ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. ഇന്നും നമ്മളൊരു ബോട്ടിലാട്ട് തന്നെയാട്ടോ ചെയ്യാൻ പോണത്. വളരെ ഈസി ആയിട്ടൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ ആദ്യമേ നിങ്ങളോട് ഒരു സോറി പറയുകയാണ്. കാരണം വീഡിയോൻ്റെ ലൈറ്റിങ് ഭയങ്കര കുറവായിരുന്നു. ഞാൻ നല്ല ലൈറ്റുള്ള സമയത്ത് തന്നെയാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഭയങ്കര മഴക്കാറൊക്കെ വന്നിട്ട് ആകെ ഇരുട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഞാനാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല, ഡേ ലൈറ്റ് മാത്രമാണ് യൂസ് ചെയ്യാറ്. അപ്പം അതാദ്യം വീഡിയോ എടുക്കുന്ന സമയത്ത് അത്ര ശ്രദ്ധിച്ചില്ല. പിന്നീട് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് തീരെ ഒരു ക്ലിയർ ഇല്ലാത്ത കണ്ടത്. പിന്നെ ഈ ഒരു സെയിം വീഡിയോ തന്നെ വീണ്ടും എടുക്കാനാണെങ്കിലും ഭയങ്കര ഒരു മടി കിട്ടും. അപ്പോൾ അതാട്ടോ തന്നെ സെയിം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൈറ്റിൻ്റെ ക്വാളിറ്റി കുറവൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ക്ഷമിക്കേ. ആദ്യം തന്നെ നമുക്ക് ബോട്ടിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രോം യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു യെല്ലോ ആണ്. അപ്പോൾ നമ്മളതൊരു ഗ്ലാസ്സിലേക്കാണ് കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വേണ്ട, ഒരു 5-6 ഡ്രോപ്സ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പെയിൻറ്റും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ആപ്പ് പരിചയപ്പെടുത്താൻ പോകട്ടെ. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ആപ്പാണ്. ഷോർട്ട്കട്ട് എന്നാണ് ആപ്പിൻ്റെ പേര്. ഷോർട്ട്കട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിലൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു എഡിറ്റിംഗ് ആപ്പാണ്. ഈ ഒരു എഡിറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തൗസൻഡ്സിലധികം ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്സ് ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് പ്രോ ലെവലിൽ തന്നെ സേവ് ചെയ്യാനും പറ്റും. പിന്നെ യാതൊരു വാട്ടർമാർക്കും ഇല്ലാതെ സേവ് ചെയ്യാനും പറ്റും കേട്ടോ. അതാണ് നമ്മളുടെ ഈ ഒരു ആപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ നമ്മുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഓവർലേ എഫക്ട്സ്, ടൈം ലാപ്സ് എഫക്റ്റ്, പിന്നെ അതുപോലെ റിട്രോ, ഗ്ലിച്ച്, ബ്ലിങ്, ബ്ലർ, ഹർട്ട്, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള എഫക്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനും, പിന്നെ അതുപോലെ നമ്മളെ വീഡിയോസൊക്കെ നമുക്ക് വിൻറ്റേജ് സ്റ്റൈലിലൊക്കെ കൊണ്ടുവന്നിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു എഡിറ്റിംഗ് ആപ്പ് തന്നെയാണ് ഷോർട്ട്കട്ട്. ഇനി നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പെയിൻറ്റിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, ട്രാൻസ്പാരൻ്റ് ആയിട്ടൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ പെയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇതുപോലെ നമ്മളെ ബോട്ടിലൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു പെയിൻറ്റ് എല്ലാ ഭാഗത്തേക്കും എത്തുമല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു യൂണിഫോം ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വരുന്ന രീതിയിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളത് റോൾ ചെയ്ത സമയത്ത് ആ ഒരു ബോട്ടിലേക്ക് എല്ലാ ഭാഗത്തേക്കും ആ ഒരു പെയിൻറ്റ് പെട്ടെന്ന് തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സ്മൂത്തായിട്ട് ഇങ്ങനെ കിട്ടാനാണ് കേട്ടോ നമ്മൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളമായിട്ട് മിക്സ് ചെയ്യാതെ തന്നെ നമുക്ക് നേരിട്ട് വേണമെങ്കിൽ ആക്രിലിക് പെയിൻറ്റ് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. കുറച്ചൊന്ന് ആ ഒരു ഫിനിഷിങ് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ ഉള്ള ഒരു പെയിൻറ്റ് ഒന്ന് നേരെ ഗ്ലാസ്സിലേക്ക് തന്നെ ഞാൻ മാറ്റുകയാണ്. ഇപ്പോൾ നമ്മളെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു യെല്ലോ കളർ പെയിൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് ഡ്രൈ ആവാൻ കുറച്ചൊരു ടൈം എടുക്കും കേട്ടോ. കാരണം ഇത് ചെറിയൊരു ഹോള് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിലൂടെ നമ്മളെ കയ്യിൽ ഡ്രയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിലൂടെ ആക്കി കഴിഞ്ഞാൽ അത് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാതെയാണ് ഇത് ആക്രിലിക് പെയിൻറ്റ് നേരിട്ട് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തുകൊണ്ട് അത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവാൻ ഇത്തിരി ടൈം എടുക്കുന്നുണ്ട്. നമ്മളൊരു ബ്രഷോ ഒരു സ്പോഞ്ചോ ഒന്നും യൂസ് ചെയ്യാതെ വളരെ നീറ്റായിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളൊരു കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം സെക്കൻഡ് കോട്ട് അടിച്ച് കൊടുക്കാം. അപ്പോഴല്ലേ നമുക്ക് നല്ലൊരു കവറേജ് കിട്ടുള്ളൂ. പക്ഷേ ഇത് നമ്മൾ ഡ്രൈ ആവാൻ ഇത്തിരി ടൈം എടുക്കുന്നുണ്ട്, നമ്മൾ അല്ലാതെ സ്പോഞ്ചൊക്കെ വെച്ചിട്ട് ബേസ് കോട്ടൊക്കെ അടിച്ച് ചെയ്യുന്നതിനേക്കാളും. അങ്ങനെ നമ്മൾ ബോട്ടിലിൽ ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും പെയിൻറ്റൊക്കെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടില്ല കേട്ടോ, ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എഗ്ഷെൽസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മളെ വർക്കൊക്കെ ചെയ്യാനായിട്ടും ഇങ്ങനെ ഒരു പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ അകത്താണല്ലോ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇങ്ങനെ തന്നെ നമ്മൾ ആ ഒരു ബോട്ടിൽ കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിതിലേക്ക് ചെറുതായിട്ടൊരു ഡെക്കറേഷൻസ് കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എഗ്ഷെൽസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ എഗ്ഷെൽസ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാവി ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ 2 എഗ്ഷെൽസ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ബ്രഷ് ഞാൻ വാഷ് ചെയ്തിട്ടില്ല. എന്നിട്ട് അത് വെച്ചിട്ട് തന്നെ ഞാൻ പെയിൽ എമറാൾഡ് നല്ലൊരു ഗ്രീൻ കളറാണ്, അപ്പോൾ അത് വെച്ചിട്ട് ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എഗ്ഷെൽസൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഫെവിക്കോളാണ്. അപ്പോൾ നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിക്കാനായിട്ട് ഫെവിക്കോൾ വേണം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഈ എഗ്ഷെൽസൊക്കെ ഒന്ന് ചെറിയ ചെറിയ പീസായിട്ട് നമുക്കൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ചെറുതുമല്ല ഒരുപാട് വലുതുമല്ല. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ഒരു 3-4 പീസായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ബോട്ടിലേക്ക് നമ്മൾ ഈ ഒരു ഫെവിക്കോൾ ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ ഒരു സൈഡിൽ ഇങ്ങനെ ചെറിയൊരു കട്ടിങ് പോലെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മൾ ആദ്യം ഫെവിക്കോൾ ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എക്സൽസ് ഇങ്ങനെ ഓരോന്നായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് അത് കുറച്ച് വലിയ പീസായിട്ടാണല്ലോ, അപ്പോൾ ഒട്ടിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു പ്രസ് പോരാട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു 3-4 പീസായിട്ട് കട്ട് ചെയ്ത് വരുള്ളൂ. അപ്പോൾ നമ്മൾ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വരും. അപ്പോഴാണ് നല്ലൊരു ഭംഗി ഉണ്ടാവാം. നിങ്ങൾക്ക് പല രീതിയിൽ ഒട്ടിക്കാം കേട്ടോ. അല്ലാതെ തന്നെ നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അല്ലാതെ നമ്മൾ ഇതുപോലെ വലിയ പീസായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു നീറ്റായിട്ട് തന്നെ വരും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുക. നമ്മൾ ഓരോന്നായിട്ട് ഒട്ടിക്കുന്നതിനേക്കാളും നല്ലൊരു ഭംഗി ഉണ്ടാവില്ല ഒരു പീസ് വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്ന സമയത്താണ്. അപ്പോൾ നമ്മളിതിൽ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ അടുത്ത് വരുന്ന ഒരു പീസുകളൊക്കെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളൊരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ഒരു നീഡിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഈ ഒരു പെയിൽ എമറാൾഡ് നല്ല ഭംഗിയിലിട്ട് നമ്മൾ ആ ഒരു യെല്ലോ കളറിലേക്ക് നല്ല മാച്ചായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കളേഴ്സൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് കളർ വേണമെങ്കിലും എക്സൽസ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ബേസ് കോട്ടിന് കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പാച്ചസ് ആയിട്ട് ആ ഒരു ഗ്രീൻ കളർ വെച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ഒരു ബ്ലൂ കളർ എക്സലിൽ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്കിത് ഒട്ടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ, ഒരു ബോട്ടിലിൻ്റെ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ തന്നെ വേണം നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട്. നമ്മൾ ഇതുപോലെ ഇങ്ങനെ പെയിൻറ്റ് അകത്ത് വെച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോട്ടിലിന് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. നമുക്കിങ്ങനെ ആ ഒരു ബോട്ടിൽ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഒരിക്കലും ആ പെയിൻറ്റ് ഇളകി പോവില്ല. പക്ഷേ നമ്മൾ ആ ഒരു സ്പോഞ്ചൊക്കെ വെച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു പെയിൻറ്റ് തന്നെ വരുന്നുള്ളൂ കേട്ടോ നമ്മൾ അകത്ത് ഒഴിക്കുകയാണെങ്കിൽ. എന്നാൽ അതിനേക്കാൾ നല്ലൊരു ഫിനിഷിംഗ് ആണ് നമ്മളിങ്ങനെ ഇതുപോലെ അകത്ത് ഒഴിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും എക്സൽസ് ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ. ആ ഒരു ഗ്രീൻ കളറും ആ ഒരു ബ്ലൂ കളറും കൂടെ ഇങ്ങനെ ഇടയ്ക്ക് മാത്രമായിട്ട് നമ്മളിങ്ങനെ വരുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുത്തത്. പിന്നെ അതുപോലെ നമ്മൾ ബോട്ടിലിൽ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ചെരിഞ്ഞ് വരുന്ന രീതിയിലാണ് കേട്ടോ ഒട്ടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മേലെ ഭാഗം താഴെ ഭാഗം അങ്ങനെ മാത്രമായിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്യാൻ തോന്നുന്നില്ല, കാരണം അത്രയും ഭംഗിയാണ് നമ്മൾ ആ ഒരു ബോട്ടിൽ ഈ ഒരു രീതിയിൽ പെയിൻറ്റ് ചെയ്തപ്പം. അപ്പോൾ അത്രയും ആ ഒരു ഭംഗി ഒരു എക്സൽ ഒട്ടിക്കുന്ന സമയത്ത് മറഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ നമുക്കതിന് നല്ലൊരു അട്രാക്ഷൻ വരുന്ന രീതിയിലുള്ള നല്ല കളേഴ്സ് ആയിട്ടുള്ള എക്സൽസ് വെച്ചിട്ട് തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇട്ടിട്ട് നമ്മളൊരു ബോട്ടിൽ കാണാനും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു നെക്കിൻ്റെ സൈഡിൽ നമ്മൾ അവിടെ പെയിൻറ്റ് ഇങ്ങനെ അധികം ചെയ്തിട്ടില്ലായിരുന്നു, കാരണം ഞാൻ ആദ്യമേ അവിടെ പെയിൻറ്റ് ചെയ്യാതിരുന്നതാണ്. അപ്പോൾ അവിടെ ഞാൻ ജൂട്ടിൻ്റെ ത്രെഡ് ഒന്നും ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ജൂട്ടിൻ്റെ ത്രെഡ് ഒട്ടിക്കാതെ അവിടെയും കൂടെ പെയിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു നെക്കിൻ്റെ സൈഡിലും കൂടെ പെയിൻറ്റ് വരുന്ന രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്കതിനേക്കാളും കുറച്ചും കൂടി ഒരു ഭംഗി തോന്നുന്നത് ഇങ്ങനെ ഒരു ജൂട്ട് ത്രെഡ് ഒട്ടിച്ച് കൊടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് താഴെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ആ ഒരു നെക്കിൻ്റെ അവിടെയും കൂടെ കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു സാധാരണ ടൈപ്പ് ജൂട്ട് ത്രെഡ് വെച്ചിട്ടാണ്, അങ്ങനെ പോളിഷ്ഡ് ആയിട്ടുള്ള ജൂട്ട് ത്രെഡ് അല്ല, അത് വെച്ചിട്ടാണ് നമ്മൾ നെക്കിൻ്റെ അവിടെ റോൾ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഒരു എക്സ്ട്രാ അങ്ങനെ ത്രെഡൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്യാൻ നല്ലൊരു ഫിനിഷിങ് കിട്ടാനായിട്ട് ഞാൻ ജസ്റ്റ് ആ ഒരു ലൈറ്റർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ബേൺ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ബേൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങ് കത്തിപ്പോരുത്. ജസ്റ്റ് അതിൻ്റെ ഒരു ത്രെഡ് മാത്രം ഒന്നിങ്ങനെ ബേൺ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ബോട്ടിലായിട്ട്. ഭയങ്കര ഈസി ആയിട്ട് എന്നാൽ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു അട്രാക്ഷനുള്ള ടൈപ്പ് ഒരു ബോട്ടിലാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് ആ ഒരു പെയിൻറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് കുറഞ്ഞ സമയം എടുത്തിട്ടുള്ളൂ. നമ്മൾ അകത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മൾ കുറച്ച് മാത്രം എക്സൽസ് ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് ഒട്ടിക്കുകയും ചെയ്തു. ഞാനിത് ഇതുപോലെ ഒരു ലൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഹോട്ടലിലൊക്കെ പോയ സമയത്ത് പല കളറിൽ. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും പിന്നെ ചെയ്യാനാണെങ്കിലും ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വളരെ ഈസി ആയിട്ടൊരു ബോട്ടിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നമുക്കിത് നല്ലൊരു ഹോം ഡെക്കറായിട്ടും പിന്നെ നമ്മൾ പ്ലാന്ററായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടൊരു ബോട്ടിലായിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പം കുറച്ചായിട്ട് പ്രോപ്പറായിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും ഇടാറില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ വീഡിയോ ഇടണം തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.